ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചതോടെ കേരളത്തിൽ വീണ്ടും വധശിക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. കേരളത്തിൽ ഇതുവരെ തൂക്കിലേറ്റിയത് 26 പേരെയാണ്. ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്ത് വധശിക്ഷ നടപ്പിലാക്കിയത് 1991-ലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിപ്പർ ചന്ദ്രനെയാണ് ഏറ്റവും ഒടുവിൽ തൂക്കിലേറ്റിയത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾക്ക് മാത്രമേ തൂക്കുകയർ വിധിക്കാറുള്ളൂ. ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചതോടെ കേരളത്തിൽ വീണ്ടും വധശിക്ഷ ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരളത്തിൽ ഇതുവരെ തൂക്കിലേറ്റിയത് 26 പേരെയാണ്. ഏറ്റവും ഒടുവിൽ വധശിക്ഷ നടപ്പിലാക്കിയത് 1991-ൽ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിപ്പർ ചന്ദ്രനെയാണ് 33 വർഷങ്ങൾക്ക് മുൻപ് തൂക്കിലേറ്റിയത്. ഗ്രീഷ്മ ഉൾപ്പെടെ കേരളത്തിൽ 40 പേരാണ് വധശിക്ഷയിൽ ഇളവ് കാത്ത് കഴിയുന്നത്. 1960-63 കാലഘട്ടത്തിൽ 5 പേരെയും 67-72 കാലഘട്ടങ്ങളിൽ 3 പേരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. കേരളം രൂപീകരിച്ചതിനു ശേഷം ആദ്യ വധശിക്ഷ നടപ്പാക്കുന്നത് 1958-ലാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നവരുടെ അപ്പീൽ ലഭിച്ചാൽ ഹൈക്കോടതി വിശദമായ പരിശോധന നടത്തും. മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസിക നില പരിശോധിക്കും. പ്രതിയുടെ കുടുംബ സാമൂഹിക പശ്ചാത്തലം, ജയിലിലെ പെരുമാറ്റം, ജയിൽവാസം, സ്വഭാവത്തിലുണ്ടാക്കിയ മാറ്റം തുടങ്ങിയവയെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കും. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുന്നത്. ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം. സുപ്രീം കോടതി അപ്പീൽ തള്ളിയാൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകാം. വധശിക്ഷയുടെ മാനദണ്ഡം കർശനമാക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും ക്രൂരതയും നോക്കി അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമാണ് വധശിക്ഷ നടപ്പിലാക്കാറുള്ളത്. ജനം, തിരുവനന്തപുരം. അതെ, ഒരു പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചാലും അതിന്റെ സാങ്കേതികത നിരവധി കടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചകളാണ് നടന്നത്. ഇനി ഗ്രീഷ്മ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എങ്കിൽ പോലും അവർക്ക് അത് തൂക്കിലേറ്റാൻ കഴിയില്ല. കാരണം ഇനി മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ അത് മാറാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടി എല്ലാവരും ചർച്ച ചെയ്തു.